നമസ്കാരം, ഞാൻ അദ്വാത്മിക ഷിൽജോ. എല്ലാവർക്കും മലയോര എക്സ്പ്രസ് ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. മനുഷ്യരെ ആക്രമിക്കുന്ന തെരുവുനായകളെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൊല്ലാമെന്ന് ഉത്തരവ്. ഇതിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണിത്. നായകളെ എങ്ങനെ എപ്പോൾ കൊല്ലാമെന്നതിന് വിശദമായ മാർഗനിർദ്ദേശം ഉടൻ പുറത്തിറക്കും. കൺസ്യൂമർ കേരളത്തെ മാനുഫാക്ചറിംഗ് കേരളമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. KSSIA MSME പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും എന്നാൽ നികുതി വർദ്ധിപ്പിച്ച് പ്രതിസന്ധി ഇല്ലാതാക്കുകയല്ല സർക്കാർ നയമെന്നും ഖജനാവിന്റെ ചോർച്ച അടയ്ക്കാനുള്ള കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാനുള്ള ചട്ടക്കൂടുകൾ ഉണ്ടാകുമെന്നും കേരളത്തെ മുഴുവൻ തുറമുഖ നഗരമാക്കി മാറ്റുക എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളെ വേട്ടയാടുന്നത് സർക്കാർ അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുമെന്ന് CJP നേതാവ് അഭിജിത്ത് ദീപ്കെ. നിലവിൽ കേസുകളിലും FIRകളിലും അന്വേഷണം തുടരാമെന്ന സുപ്രീം കോടതി ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്നും അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കാമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണെന്നും നൽകിയ വാക്ക് സർക്കാർ നിർബന്ധമായും പാലിക്കണമെന്നും CJP മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം മുതൽ പ്രവേശനം അനുവദിക്കാൻ തീരുമാനം. 100 സീറ്റുകളിൽ പ്രവേശനമുണ്ടാകും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും ആരോഗ്യമന്ത്രി K മുരളീധരനും ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ആയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ താൻ നിരപരാധിയെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും PS പ്രശാന്ത് പറഞ്ഞു. കേസിൽ റിമാൻഡിലുള്ള PS പ്രശാന്തിനെയും ബോർഡംഗം A അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വാങ്ങി. ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മയക്കുമരുന്ന്, അനധികൃത മദ്യവ്യാപാരം എന്നിവ തടയാൻ എക്സൈസ് വകുപ്പ് ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുന്നു. സേനയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ നാർക്കോട്ടിക് ഡിറ്റക്ഷൻ കിറ്റുകൾ, വാഹനങ്ങൾ എന്നിവ നൽകാനും വിമുക്തി പദ്ധതി വ്യാപിപ്പിക്കാനും തീരുമാനമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ നീക്കം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ കണക്ക് ഒരു അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കുന്നുവെന്ന് KC വേണുഗോപാൽ MP. ഈ നിയമനിർമ്മാണത്തിലേക്ക് എത്താൻ എത്ര വിദ്യാർത്ഥികളുടെ ചോര വീണു എന്നും അദ്ദേഹം ചോദിച്ചു. കുറ്റബോധം കൊണ്ടാണ് മോദിയും അമിത്ഷായും ചർച്ചയ്ക്കെത്താത്തതെന്നും കേന്ദ്രം വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. ഈ നടപടിയെ ജനാധിപത്യ ധ്വംസനമെന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ചു. ഭരണകൂട വേട്ടയാടലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് RSS മുഖപത്രമായ ഓർഗനൈസർ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ തന്റെ പേരുമുണ്ടെന്ന് CPM MP ജോൺ ബ്രിട്ടാസ്. ഇതിനെ ഒരു അംഗീകാരവും ബഹുമതിയുമായി കാണുന്നുവെന്നും ഇത്തരം ഭീഷണികൾ കൊണ്ട് സമരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. സസ്പെൻഷന് സ്റ്റേ ഇല്ല. ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളി. സർക്കാരിന്റെ വാദം പരിഗണിച്ചാണ് ഇടക്കാല ഉത്തരവ്. രാജ്യത്തെ വൻ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നുവെന്നും രാജ്യം എങ്ങനെയും മാറ്റിയെടുക്കാമെന്നതിന്റെ തെളിവാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ വിജയമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സിയാദിന്റെ കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട അദ്ദേഹം TG മോഹൻദാസിനെതിരെ കേസെടുക്കാത്തതിനെയും വിലക്കയറ്റം, വൈദ്യുതി പ്രതിസന്ധി എന്നിവയെയും ചോദ്യം ചെയ്തു. ഓണത്തിന് ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ഓഗസ്റ്റ് 25, 29 തീയതികളിൽ ഹുബ്ബള്ളിയിൽ നിന്ന് കോട്ടയത്തേക്കും 26, 30 തീയതികളിൽ കോട്ടയത്ത് നിന്ന് ഹുബ്ബള്ളിയിലേക്കും സർവീസ് നടത്തും. അഖിൽ മാരാർ പാർട്ടി വിട്ടതിന് പിന്നാലെ വിശദീകരണവുമായി 2020. അഖിൽ മാരാറുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണ്.
തൃക്കാക്കരയിൽ മത്സരിക്കാൻ താൽപര്യമില്ലായിരുന്നുവെങ്കിൽ മത്സരിക്കേണ്ടായിരുന്നുവെന്നും പണവും അധികാരവും സ്ഥാനമാനങ്ങളും ലക്ഷ്യമിട്ട് വരുന്നവർക്ക് പറ്റിയ പ്രസ്ഥാനമല്ല 2020 എന്നും വിശദീകരണത്തിൽ പറയുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി നിതിൻ രാജിന് ജാമ്യമില്ല. നിതിൻ രാജിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഒരു ഗഡു കൂടി അനുവദിച്ചു. ജൂണിലേക്കുള്ള 265.55 കോടി രൂപയാണ് അനുവദിച്ചത്. ഇത് മൂന്നാം ഗഡുവാണ് അനുവദിച്ചിരിക്കുന്നത്. 21-നാണ് രണ്ടാം ഗഡു അനുവദിച്ച് ഉത്തരവിറക്കിയത്. ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്വകാര്യ ബസ് ഡ്രൈവർ ചികിത്സയിലിരിക്കെ മരിച്ചത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനം കാരണമാണെന്ന പരാതി കൊല്ലം ജില്ലാ റൂറൽ പോലീസ് മേധാവി അന്വേഷിച്ച് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഗമണ്ണിനടുത്ത് തീക്കോയ് കേന്ദ്രീകരിച്ച് കുട്ടികളെ വിൽക്കുന്ന മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന് അസം സ്വദേശിയായ 22-കാരിയുടെ പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 പേരെ ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ലഹരി കച്ചവടത്തിലെ ഒരു കണ്ണി കൂടി പോലീസ് പിടിയിൽ. ചെങ്ങരോത്ത് ഓട്ടിസം സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായ പേരാമ്പ്ര ആവള കൂട്ടോത്ത് വലിയ പറമ്പിൽ നീഷ്മയാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ എണ്ണം 3ആയി. പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപികമാരായ 3 ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന ഡൽഹി ലക്ഷ്മി യോജന പദ്ധതിക്ക് ഡൽഹി സർക്കാർ അംഗീകാരം നൽകി. മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ഉത്തർപ്രദേശ് മുൻ മന്ത്രിയും BJP OBC മോർച്ചയുടെ UP സംസ്ഥാന സെക്രട്ടറിയുമായ നാനക് റാം ഭുർജി കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചു. ലക്നൌവിലെ ഹസ്രത് ഗഞ്ചിലെ UP MLA-മാർക്ക് താമസിക്കാൻ നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ 7ാം നിലയിൽ നിന്നും നാനക് റാം വീണതാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ഉപഭോക്തൃ സംതൃപ്തി സൂചികയിൽ ഖജുരാഹോ വിമാനത്താവളം ഇന്ത്യയിൽ 1ാം സ്ഥാനം സ്വന്തമാക്കി. ജൂലൈ 1 മുതൽ ഇവിടെ നിന്നുള്ള എല്ലാ കൊമേഴ്ഷ്യൽ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി 11 കോടി രൂപയുടെ അപകീർത്തി കേസ് ഫയൽ ചെയ്തു. ഈ നയരൂപീകരണത്തിൽ തനിക്ക് പങ്കില്ലെന്നും വ്യാജ ഉള്ളടക്കങ്ങൾ പ്രതിച്ഛായയ്ക്ക് ഹാനിയുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗൂഗിൾ, മെറ്റ എന്നിവർക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത്. ബോംബെ ഹൈക്കോടതി കേസ് ഓഗസ്റ്റ് 5-ന് പരിഗണിക്കും. കസ്റ്റഡിയിലുള്ളതും കല്ലുകൾ നിറഞ്ഞതുമായ വാഹനം സമാധാനപരമായി ആളുകൾ തടിച്ചുകൂടിയ ഡൽഹിയിലെ പ്രതിഷേധ സ്ഥലത്തേക്ക് മാറ്റാൻ ഉത്തരവിട്ടത് ആരാണെന്ന് ഡൽഹി പോലീസ് ഉടൻ വ്യക്തമാക്കണമെന്ന് CJP നേതാക്കൾ. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വൻ ജനക്കൂട്ടത്തിനിടയിലേക്ക് കല്ലുകൾ എത്തിക്കാൻ തീരുമാനമെടുത്ത പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും CJP ആവശ്യപ്പെട്ടു. ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തിന് സമീപം കല്ലുകളുമായി കണ്ടെത്തിയ ദുരൂഹ ലോറി ജൂലൈ 20-ന് 4 ദിവസം മുൻപ് തന്നെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനമാണെന്ന വെളിപ്പെടുത്തലും CJP നടത്തി. പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശത്തെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ബിൽക്കിസ് ബാനോ ബലാത്സംഗ കേസിലെ പ്രതികളെ അനുകൂലിച്ചുവെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതാണ് ബഹളത്തിന് കാരണം. ഇതിന്റെ രേഖ സഭയിൽ വച്ച ശേഷമേ തുടർ പ്രസംഗം അനുവദിക്കൂവെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. പത്രത്തിൽ വന്ന റിപ്പോർട്ടെന്ന് പ്രിയങ്ക മറുപടി നൽകി. കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ച നിധിയിലേക്ക് 1 കോടി രൂപ സംഭാവന പ്രഖ്യാപിച്ച് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ. ഡൽഹിയിൽ അടുത്തിടെ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് അടക്കമുള്ള പോലീസ് നടപടികൾ നേരിടുന്ന സമരക്കാർക്ക് നിയമസഹായം എത്തിക്കുന്നതിനായാണ് സംഭാവന. പിയും നടിയുമായ കങ്കണ റണാവത്തിന് മറുപടിയുമായി കോക്രോച്ച് ജനതാ പാർട്ടി. കങ്കണയെ BJPക്കാർ പോലും കാര്യമാക്കുന്നില്ലെന്നും പുതിയ തലമുറ കങ്കണയെ കേൾക്കുന്നില്ലെന്നുമായിരുന്നു മറുപടി. MP-യുടെ ജോലികൾ പോലും ചെയ്യാൻ കഴിയാത്തവരാണ് CJPയെ വിമർശിക്കുന്നത്. കങ്കണയ്ക്ക് കുറച്ചൊക്കെ രാഷ്ട്രീയ മര്യാദയാകാമെന്നും CJP വക്താവ് സൗരവ് ദാസ് വിമർശിച്ചു. ഡൽഹി ജന്തർ മന്ദറിലെ CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കോളേജ് അധ്യാപകന്റെ പരാതി. ഉത്തർപ്രദേശിലെ ബരേലി, ഗാന്ന, ഉൾപ്പടക് PG കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ മോഹിത് ഭരദ്വാജാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
ജന്തർ മന്ദറിലെ സമരക്കാർക്ക് നേരെയുള്ള നടപടിയിൽ ദില്ലി പോലീസിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസ. ടി.ജി. മോഹൻദാസിന്റെ പരാമർശം കേട്ടാണ് പോലീസ് സ്ത്രീകൾക്ക് എതിരെ അതിക്രമം നടത്തിയതെന്ന് തോന്നുന്നുവെന്ന് ഐസ അധ്യക്ഷ നേഹ ബോറ പറഞ്ഞു. എല്ലാവരെയും വിട്ടയക്കും വരെ സമരം അവസാനിപ്പിക്കില്ലെന്നും നേഹ ബോറ മുന്നറിയിപ്പ് നൽകി. കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ പ്രവർത്തനം രാജ്യവ്യാപകമാക്കാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്ക് നിയമസഹായം നൽകുന്നതിനായി ഫണ്ട് പ്രഖ്യാപിച്ച പ്രസ്ഥാനം നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ 13 പ്രതികൾക്കെതിരെ സിബിഐ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ അറസ്റ്റിലായ 13 പ്രതികളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അഴിമതി നിരോധന നിയമം, പൊതുപരീക്ഷാ നിയമം എന്നിവ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് നാളെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കും. ഡാർക്ക് വെബിൽ കൂടുതൽ പ്രതിരോധ വിവരങ്ങൾ ചോർത്തിയെന്ന് അവകാശവാദം. DRDO അടക്കം പ്രതിരോധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 1.5 TB രേഖകൾ ലഭ്യമെന്നാണ് പരസ്യം. പുറത്തുവന്ന ഡേറ്റ ചോർച്ചാ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെന്ന് DRDO വ്യക്തമാക്കി. പാക് അധീന കാശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ പോലീസും സുരക്ഷാ സേനയും നടത്തിയ വെടിവയ്പിൽ 24 മണിക്കൂറിനിടെ 20 പേർ കൊല്ലപ്പെട്ടതായും 50-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ട്. പാക് അധീന കാശ്മീരിലെ റവാൽകോട്ട് മേഖലയിലാണ് പാകിസ്ഥാൻ പോലീസിന്റെ ക്രൂരത അരങ്ങേറിയത്. ഹോർമൂസ് കടലിടുക്കിലെ തർക്കം പരിഹരിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി സംയുക്ത നിയന്ത്രണ പദ്ധതി ഒമാൻ ഇറാന് മുന്നിൽ വെച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം സമാന്തര പാതയെന്ന മറ്റൊരു നിർദ്ദേശം ഇറാൻ തള്ളിയിട്ടുണ്ട്. കനത്ത ആക്രമണത്തിലൂടെയാണ് ഇറാനെ ഇപ്പോഴത്തെ ചർച്ചകളിലേക്ക് എത്തിച്ചതെന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ്. 13 രാത്രികൾ നീണ്ട ആക്രമണം ഇല്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്ക് സമ്മതിക്കില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞുവെച്ചു. ജപ്പാനിലെ അതിശക്തമായ ഭൂചലനം ക്യൂഷു ദ്വീപിലെ കുമാമോട്ടോ പ്രവിശ്യയിലാണ്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. സമുദ്രോപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. റിയാദിലെയും കിഴക്കൻ പ്രവിശ്യയിലെയും എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്നെത്തിയ ഡ്രോണുകൾ സൗദി വ്യോമ പ്രതിരോധ സേന തകർത്തു. ഇറാൻ പിന്തുണയുള്ള ഭീകര മിലീഷ്യകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൗദി ആരോപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ തടയാൻ ഇറാഖ് സർക്കാർ നടപടിയെടുക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 മീറ്റർ ദൂരം എറിഞ്ഞ് 40-കാരിയായ ഷർമിള ധൻകർ സ്വർണം കരസ്ഥമാക്കി. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ചരിത്ര നേട്ടം ഷർമിള സ്വന്തമാക്കി. വനിതകളുടെ 69 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഹർജീന്ദർ കൌറിന് വെള്ളി. ഹർജീന്ദറിന്റെ നേട്ടത്തോടെ ഈ വർഷത്തെ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ മാത്രം ഇന്ത്യയുടെ മെഡൽ എണ്ണം 7 പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ഖുൽവീർ സിംഗ് വെള്ളി മെഡൽ നേടി ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറി. ഫ്രാൻസ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഇതിഹാസ താരം സിനദിൻ സിദാനെ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ നിയമിച്ചു. പരിശീലകനായിരുന്ന ദിദിയർ ദെഷാംസ് പടിയിറങ്ങിയതിന് പിന്നാലെയാണ് സിദാന്റെ വരവ്.